ഇതിൽ മറ്റൊരു പ്രത്യേകത, ആ സിനിമ കണ്ടിട്ട് നമ്മുടെ ദളപതി വിജയ് വെങ്കടപ്രഭുവിനെ വിളിച്ചു, വീട്ടിൽ കൊണ്ടുവന്ന് ഡിന്നറൊക്കെ കൊടുത്തു. എന്നിട്ട് പറഞ്ഞു ആ ഒരു സിനിമേൻ്റെ ഒരുപാട് മെറിറ്റുകൾ പറഞ്ഞു, ആ സിനിമേൻ്റെ വിജയ് എൻജോയ് ചെയ്ത പല പോർഷൻസിനെ കുറിച്ച് സംസാരിച്ചു. എന്നിട്ട് നമുക്ക് ഇതുപോലത്തെ ഒരു സിനിമ ചെയ്യണം എന്ന് പറഞ്ഞ് അന്ന് അവിടെ ഇവർ കൈ കൊടുത്തിരുന്നു. പിന്നെ ഞാൻ വേറെ എവിടെയും വായിച്ചിട്ടുണ്ട്, എത്രത്തോളം സത്യമാണെന്ന് അറിയില്ല. അന്ന് വിജയ് പറഞ്ഞു ഇത് അജിത്തിൻ്റെ 50ാമത്തെ സിനിമയാണ് മങ്കാത. അപ്പോൾ അന്ന് വിജയ് പറഞ്ഞിരുന്നു അതിൽ എന്നെ വിളിക്കായിരുന്നില്ല, അതിൽ ആ അർജുൻ ചെയ്ത റോൾ വേണമെങ്കിൽ ഞാൻ ചെയ്യുമായിരുന്നല്ലോ എന്ന് വരെ വിജയ് അന്ന് പറഞ്ഞു എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പോൾ അജിത്തിൻ്റെ 50ാമത്തെ സിനിമയിൽ എന്താ പറയുക, ഞാനും കൂടി അഭിനയിച്ചാൽ അതിനതൊരു നല്ലൊരു വിരുന്ന് ആവുമായിരുന്നു ഞങ്ങളുടെ 2 കൂട്ടരുടെയും ഫാൻസിൽ നിന്നൊക്കെ അന്ന് വിജയൊക്കെ പറഞ്ഞിരുന്നു എന്നൊക്കെ കേട്ടിട്ടുണ്ട്. എത്രത്തോളം സത്യമാണെന്ന് എനിക്കറിയില്ല. എന്തായാലും അവിടെ ഇവരൊരു കൈ കൊടുത്തു. അതാണ് പിന്നീട് ഗോട്ട് എന്ന് പറഞ്ഞ സിനിമയിലേക്ക് എത്തിയത്. അത് കുറേ വർഷങ്ങളെടുത്തു, പക്ഷെ അന്ന് ഇവർ തമ്മിലുണ്ടായിരുന്ന ഒരു ബന്ധമുണ്ട്, വിജയും വെങ്കടപ്രഭുവും തമ്മിൽ. അപ്പോൾ അത് തന്നെയാണ് ഗോട്ട് എന്ന് പറഞ്ഞ സിനിമ സംഭവിച്ചത്. ഗോട്ടും ഭയങ്കര ഹിറ്റായി. ഇനിയിപ്പോൾ വെങ്കടപ്രഭു അടുത്തത് എനിക്കൊന്ന് ശിവകാർത്തിനെ വെച്ചിട്ടൊക്കെ സിനിമ ചെയ്യുന്നുണ്ടെന്ന് കേൾക്കുന്നുണ്ട്. ഇനി എനിക്കൊന്ന് വീണ്ടും അജിത്തിനെ വെച്ചിട്ടൊരു സിനിമ സംഭവിക്കണം. അത് ഇപ്പോഴത്തെ രീതിയിൽ അജിത്തിൻ്റെ ഇപ്പോഴത്തെ ഒരു ലുക്ക് എനിക്കൊണ്ട് ഈ മങ്കാതയിലാണ് അജിത്ത് ഒരു സോൾട്ട് ആൻഡ് പെപ്പർ ലുക്കൊക്കെ വരുന്നത്. എനിക്കൊണ്ട് അന്ന് ആദ്യമായിട്ട് ആ ഒരു സ്റ്റൈല് തമിഴ് സിനിമയിൽ കൊണ്ടുവന്നതും അജിത്താണ്. എന്തായാലും ഇപ്പോൾ വീണ്ടും റിലീസ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ജനനായകൻ അപ്പുറത്തുണ്ട്, പരാശക്തിയുണ്ട്, അതിൻ്റെ കൂടെ വീണ്ടും അജിത്തിൻ്റെ ഇപ്പോൾ എന്തായാലും സിനിമയൊന്നുമില്ല, ഗുഡ് ബാഡ് അഗ്ലിക്ക് ശേഷം വേറെ റിലീസൊന്നുമില്ല. അപ്പോൾ വീണ്ടും ഈ ഒരു പൊങ്കൽ സീസൺ എന്ന് പറഞ്ഞാൽ അത് 2 ആഴ്ച 3 ആഴ്ച ഒക്കെ നീണ്ടു നിൽക്കുന്ന ഒരു സീസണാണ്. അപ്പോൾ അജിത് ഫാൻസിനും കൂടിയും, അജിത് ഫാൻസിന് മാത്രമല്ല എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സിനിമ തന്നെയാണ് മങ്കാത്തെ. അപ്പോൾ എന്തായാലും തിയേറ്ററിൽ അവർ ആഘോഷിക്കട്ടെ. നമുക്കും ഇവിടെ കേരളത്തിൽ റിലീസ് ഉണ്ടാവുമെന്ന് തന്നെയാണ് തോന്നുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങളെല്ലാവരും തിയേറ്ററിൽ പോയിട്ട് വീണ്ടും മങ്കാത ഫാൻസ്, അജിത് ഫാൻസ് സിനിമ കാണുക.